മക്കളെ, ജെറുസലം വചന കൂടാരത്തിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്നിഹിതമായിരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാകും, എന്നെയൊക്കെ മറന്നുപോയിട്ടുണ്ടാകും, എന്നെ ഒന്നും ഈശോ കാര്യമായി ഗണിക്കുന്നില്ലായിരിക്കും. അങ്ങനെയുള്ള മക്കളോട് കർത്താവ് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനതയോട് പറഞ്ഞില്ലേ, 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നിട്ട് നിന്റെ ചെരുപ്പ് തേഞ്ഞു പോയോ? 40 വർഷക്കാലം നീ വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിന് പഴക്കം വന്നോ? അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. നമ്മെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇന്നത്തെ ദിവസം വചനം തരുന്നത്. സങ്കീർത്തനം 9:10. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല. ന്യായമായിരിക്കുന്ന നീതി പോലും കിട്ടാത്ത നിമിഷങ്ങൾ നമുക്കുണ്ടാകാം. അപ്പോഴും ഈശോ നമ്മെ ഉപേക്ഷിക്കില്ല കേട്ടോ. ആ കർത്താവാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇതാ കർത്താവിൻ്റെ വചസ്സുകൾ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സിജോൺ, പറപ്പൂര് ഇടവക അംഗമാണ്. 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് നട്ടലിന് ക്ഷതം സംഭവിച്ച് നെഞ്ഞിന് താഴെ തളർന്ന അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. കിടന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജെറുസലം വചന കൂടാരത്തിൽ സഹനപ്പൂക്കളുടെ ധ്യാനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായി. അതുവഴി എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്വന്തമായൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു സ്ഥലം ലഭിക്കാനായിട്ട് ഇടയായി. അതിനുശേഷം ഇപ്പോൾ ഒരു വീട് എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വാടകയ്ക്കാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ദൈവത്തിനോട് വളരെയധികം നന്ദിയും കടപ്പാടുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ര സ്വാധീനമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ദൈവമല്ല. എല്ലാം കേട്ട് നമുക്കതിനെ ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. എത്ര വലിയ സഹനത്തിൻ്റെ പെരുമഴയിലും പ്രത്യാശയോടുകൂടി നമ്മുടെ അടുത്ത് നിൽക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചവരും ഇത് ഷെയർ ചെയ്യുന്നവരിലും ഈ സമയം തന്നെ വന്ന് പറയട്ടെ, ഞാൻ നിന്നെ അവഗണിക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.